ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബോർഡർ ഗാർഡ് അതായത് ബംഗ്ലാദേശിന്റെ അതിർത്തി, അവിടെ 5 കിലോമീറ്ററോളം വരുന്ന ഭൂമി ബംഗ്ലാദേശികൾ കയ്യേറി ഇന്ത്യയിൽ നിന്ന് എന്നൊരു വാർത്ത കുറഞ്ഞ സമയത്തിനുള്ളിൽ വ്യാപകമായി പ്രചരിച്ചു. അത് പറയേണ്ടതാരാ? ഇന്ത്യയുടെ സുരക്ഷാ സേനയല്ലേ. അപ്പൊ ബംഗ്ലാദേശികളെ ഫാൻസായി കാണുന്ന വലിയ ഒരു ശതമാനം ആളുകൾ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലുള്ളത് കൊണ്ട് ബംഗ്ലാദേശ് ശരി, ഇന്ത്യയുടെ അതിർത്തി കയ്യേറി എന്ന വാർത്ത അവർ വ്യാപകമായിട്ടങ്ങ് വൈറലാക്കി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല. 5 കിലോമീറ്റർ പോയിട്ട് 5 ഇഞ്ച് പോലും ബംഗ്ലാദേശികൾ ഇന്ത്യൻ അതിർത്തി തൊട്ടിട്ടില്ല എന്നാണ് അതിർത്തിയുടെ സുരക്ഷാ സേന പറയുന്നത്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള വാർത്തയാണ് ബംഗ്ലാദേശി മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അവിടുത്തെ ബംഗ്ലാദേശി ഫാൻസുകൾ ഇവിടെയുള്ളത് കൊണ്ട് അവർ ആ വാർത്ത പെട്ടെന്ന് പ്രചരിപ്പിച്ചു. BSF പെട്ടെന്ന് തന്നെ പ്രസ്താവന ഇറക്കി. ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമി പോലും ബംഗ്ലാദേശ് ഏറ്റെടുത്തിട്ടില്ല, ഇനി ഏറ്റെടുക്കുകയുമില്ല എന്നാണ് BSF പറഞ്ഞത്. 1975 മാർഗനിർദ്ദേശ പ്രകാരമാണ് BSFും BGBയും അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നത്. സമാധാനപരമായിട്ടാണ് ആധിപത്യം പുലർത്തുന്നതെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗനാസ് ജില്ലയിലെ ബാഗ്ദ ബ്ലോക്കിലെ രംഘാട്ട് ഗ്രാമത്തിൽ കയ്യേറ്റം നടന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. കോഡലിയ നദിയിലൂടെയാണ് അന്താരാഷ്ട്ര അതിർത്തി കടന്നു പോകുന്നത്. നദിക്ക് കുറുകെ റഫറൻസ് തൂണുകൾ ഉപയോഗിച്ച് വേർതിരിച്ചിട്ടുമുണ്ട്. ഇത് മാറ്റമില്ലാതെ തുടരുകയാണ്. മോട്ടോർ ഘടിപ്പിച്ച ബോട്ടുകൾ, അതുപോലെ ഓൾ ടെറൈൻ വെഹിക്കിളുകൾ, ITV ഇതൊക്കെ ഉപയോഗിച്ച് BGB ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പട്രോളിംഗ് ആരംഭിച്ചു എന്ന വാർത്തയും അടിസ്ഥാനരഹിതമാണ് എന്ന് അതിർത്തി സുരക്ഷാ സേന പറഞ്ഞു. നദിയുടെ ഇരുവശങ്ങളിലും 2 രാജ്യത്തെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ സദാ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടത്തിനും ബംഗ്ലാദേശികളുടെ നുഴഞ്ഞുകയറ്റത്തിനും സാധ്യതയുള്ള പ്രദേശമാണ്. അത്തരം പ്രവർത്തനങ്ങൾ തടയാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും BSF അറിയിച്ചു. 58 BGB ലഫ്റ്റനന്റ് കേണൽ റഫീഖ് ഇസ്ലാമിന്റെ പുതിയ കമാൻഡിംഗ് ഓഫീസറാണ് ഈ അവകാശവാദങ്ങൾക്ക് പിന്നിലെന്നാണ് ആരോപണം. ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നിൽ ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾക്കാണ് നല്ല രൂപത്തിൽ ഒരു അവാർഡ് കൊടുക്കേണ്ടത്. കാരണം മുമ്പ് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യയെ കുറിച്ച് ഇന്ത്യക്കകത്ത് മുഴുവനും വാർത്തകൾ പ്രചരിച്ചപ്പോൾ മുഹമ്മദ് യൂനസ് പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലും മാധ്യമപ്രവർത്തകരുണ്ട് എന്നായിരുന്നു. ബംഗ്ലാദേശിൽ അങ്ങനെ ഒന്നും നടക്കുന്നില്ല, ആ വാർത്തകളൊക്കെ വ്യാജമാണ് എന്നായിരുന്നു ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരായ സമാധാനത്തിന്റെ മാടപ്രാവായ യൂനസ് പറഞ്ഞത്. കാരണം ഹിന്ദുക്കൾ കൂട്ടമായി വംശഹത്യ അനുഭവപ്പെടുമ്പോൾ, അവരത് അനുഭവിക്കുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ നിഷ്ക്രിയനായി നോക്കി നിൽക്കുന്ന ഒരു ഭരണപ്രതിനിധി ഇടക്കാല സർക്കാരാണല്ലോ ആണ് മാധ്യമങ്ങൾ കണ്ടത്. അയാളെ സംബന്ധിക്കുന്ന വാർത്ത നമ്മുടെ നാട്ടിൽ പ്രചരിച്ചപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ നുണ പ്രചരണം നടത്തുകയാണെന്നും ഞങ്ങളുടെ നാട്ടിൽ സത്യസന്ധരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ടെന്നുമായിരുന്നു ബംഗ്ലാദേശ് സർക്കാർ പറഞ്ഞത്. ഇപ്പോ ബംഗ്ലാദേശിലെ മാധ്യമ പ്രവർത്തകരുടെ സത്യസന്ധത എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു അവസരം ഉണ്ടായി ഇന്ത്യക്ക്. പണ്ടായിരുന്നു പിന്നെ ഇപ്പോ എന്താര് ചെയ്താലും പാടത്തു ജോലിയും വരമ്പത്തു കൂലിയും കിട്ടിയിരിക്കും, ഒരു സംശയമില്ല. അപ്പൊ ബംഗ്ലാദേശിലെ സത്യസന്ധരായ മാധ്യമ പ്രവർത്തകരെ തിരിച്ചറിയാൻ ഒരു കാരണവും കൂടിയായി. പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ ആളുകൾ ബംഗ്ലാദേശിന്റെ ഭരണം മടുത്തുമതിയായി. ബംഗ്ലാദേശിൽ ജീവിതം സ്വൈരമല്ല എന്ന് മനസ്സിലാക്കി ഇന്ത്യയിലേക്ക് വലിഞ്ഞു കയറുകയും ഈ നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ആളുകളെ മാസങ്ങളായി ഡൽഹിയും ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ഒക്കെ ഇവരുടെ ID കാർഡുകൾ കൃത്യമായ രൂപത്തിൽ തെരഞ്ഞു പിടിച്ചു മനസ്സിലാക്കി ഇവരെ നാട് കടത്തുന്ന തിരക്കിലാണ്. ഇവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി. എന്തിനാണ് അങ്ങനെ ഇന്ത്യയിൽ വന്ന് താമസിക്കേണ്ട കാര്യം? സ്വന്തം രാജ്യത്തല്ലേ ജീവിക്കേണ്ടത്? സ്വന്തം രാജ്യത്ത് സമാധാനമില്ലെങ്കിൽ അത് ഉറപ്പാക്കേണ്ടുന്ന ബാധ്യത അവിടുത്തെ
ഓരോ പൗരന്മാർക്കുമില്ലേ? അങ്ങനെ സർക്കാരിനെതിരെ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യുകയല്ലാതെ ഈ കാഫിറുകളായിട്ടുള്ള മുസ്ലിങ്ങളുടെ കാഫിറിന്റെ രാജ്യത്തേക്ക് മുസ്ലിങ്ങൾ വന്ന് കയറേണ്ട വല്ല കാര്യമാണ്? 5 കിലോമീറ്റർ പോയിട്ട് ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് 1 ഇഞ്ച് പോലും ബംഗ്ലാദേശികൾക്ക് തൊടാൻ സാധിക്കില്ല എന്ന് കരസേനയുടെ അറിയിപ്പാണ്. ഷെയ്ഖ് ഹസീന എന്ന ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായ ഒരു സ്ത്രീ ഇന്ത്യയോട് സംരക്ഷണം ചോദിച്ചപ്പോൾ ഇന്ത്യ സംരക്ഷിക്കാമെന്ന് ഏറ്റു. കാരണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരിക്കലും ഒരു പ്രശ്നമുണ്ടായിട്ടില്ല. സഹോദര രാജ്യമാണ്, സൗഹൃദ രാജ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഷെയ്ഖ് ഹസീനയും ഇന്ത്യയും തമ്മിൽ ഒരുപാട് കരാറുകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്ത്രീയെ സംരക്ഷിക്കാമെന്ന് ഏറ്റു. ഇന്നും ആ സംരക്ഷണം കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അവരെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് കുറേയായി നരേന്ദ്രമോദിയെ സമീപിക്കുന്നു. മോദി കണ്ടതായിട്ട് പോലും ഭാവിച്ചിട്ടുമില്ല. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയുടെ പാസ്പോർട്ടാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. നോബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ ഇടക്കാല സർക്കാരാണ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാസ്പോർട്ട് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ഈ യൂനസ് എന്ന് പറയുന്ന വ്യക്തി ഡമ്മിയാണ്. അയാളെ മുൻനിർത്തി ഖാലിദാസിയയുടെ പാർട്ടി എന്തൊക്കെയാണോ ചെയ്തു കൂട്ടാവുന്നത് അതെല്ലാം ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയുടേതുൾപ്പെടെ മൊത്തം 97ഓളം ആളുകളുടെ പാസ്പോർട്ടുകളാണ് ഇടക്കാല യൂനിസ് സർക്കാർ റദ്ദാക്കിയത്. ഇവർക്കെതിരെ രാജ്യത്ത് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാവുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ഇവരിൽ 22 പേർ നിർബന്ധിത തിരോധാനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ശേഷിക്കുന്ന 75 പേർ കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടയിലെ കൊലപാതകങ്ങളിൽ പങ്കുള്ളതായിട്ടാണ് ആരോപണം ഉയർന്നത്. ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റ് 11 പേർക്കുമെതിരെ അന്താരാഷ്ട്ര ക്രൈം ട്രൈബ്യൂണൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഷെയ്ഖ് ഹസീന ഉൾപ്പെടെയുള്ള പ്രതികളെ ഫെബ്രുവരി 12-ാം തീയതിക്കകത്ത് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ട്രൈബ്യൂണൽ സമയപരിധി നൽകിയിട്ടുണ്ട്. ഇന്നലെ നടന്ന ഹിയറിംഗിനിടയിലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. മറ്റ് പ്രധാനപ്പെട്ട പ്രതികളിൽ ഷെയ്ഖ് ഹസീനയുടെ പ്രതിരോധ ഉപദേഷ്ടാവായ മേജർ ജനറലായ റിട്ടയർഡ് താരിഖ് അഹമ്മദ് സിദ്ദീഖ്, മുൻ ഇൻസ്പെക്ടർ ജനറലായിട്ടുള്ള മുഹമ്മദ് പോലീസ് ബെനസീർ, അതായത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബേനസീർ അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി, നാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ മോണിറ്ററിംഗ് സെന്ററിന്റെ മുൻ ഡയറക്ടർ ജനറലായ സിയാവുൽ ഹസാൻ, ഇവരൊക്കെ ഈ പാസ്പോർട്ട് ബാൻ ചെയ്തവർ ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ ഹസീന സർക്കാരിന്റെ പതനത്തോടുകൂടി ബംഗ്ലാദേശിൽ മുഴുവനും പൊട്ടിപ്പുറപ്പെട്ട അക്രമാസക്തമായിട്ടുള്ള സംഭവങ്ങൾ, അതിൽ 230-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ. പിന്നീട് സർക്കാർ ജോലികളിൽ വിവാദ ക്വാട്ട സമ്പ്രദായത്തിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ വലിയ പ്രതിഷേധം, അതിനുശേഷം മരണസംഖ്യ 600-ലധികമായി ഉയർന്നു. അതിനിടയിൽ ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് അടുത്തിടെയാണ് ബംഗ്ലാദേശ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത്. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കാനുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഷെയ്ഖ് ഹസീനയെ എത്രയും പെട്ടെന്ന് വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് ഇന്ത്യയോട് നയതന്ത്ര തലത്തിലെ കത്തിലൂടെ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് സമാനമായി നേരത്തെ ഡിസംബർ അവസാനവും ധാക്ക ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ ക്രൈം ട്രൈബ്യൂണൽ ഷെയ്ഖ് ഹസീനയുടെയും അവരുടെ മന്ത്രിമാരുടെയും ഉപദേശകരുടെയും മുൻ സൈനിക സിവിൽ ഉദ്യോഗസ്ഥരുടെയും പേരിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് ശേഷമായിരുന്നു നയതന്ത്ര ഇടപെടൽ ഉണ്ടായത്. നന്ദി.